ശനിയാഴ്ച അപ്രതീക്ഷിതമായുണ്ടായ അതിതീവ്ര മഴയിൽ പാവർട്ടിയിലെ നിരവധി പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിൽ മുങ്ങി. തുടർന്ന് പഞ്ചായത്തിലെ വില്ലേജ് ഹെൽത്ത് അധികാരികളും നാട്ടുകാരും സംയുക്തമായി നടത്തിയ പ്രവർത്തനത്തിൽ നിരവധി ആളുകളെ സുരക്ഷിതരാക്കുകയും സെന്റ് ജോസഫ് CMI ട്രെയിനിംഗ് കോളേജിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുകയും ചെയ്തു. കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ MSM സ്കൂൾ, മരുതയൂർ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലും ക്യാമ്പ് തുടങ്ങും. ഓരോ വാർഡിലും സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിന് ഇറങ്ങണമെന്നും ക്യാമ്പ് നടത്തിപ്പിൽ സന്നദ്ധ സംഘടനകളുടെ ക്ലബ്ബുകളും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോലിജോ അറിയിച്ചു. ഒറ്റപ്പെട്ടു കഴിയുന്നവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പഞ്ചായത്തിൽ അടിയന്തര ദുരന്ത നിവാരണ യോഗവും ചേർന്നു. പഞ്ചായത്ത് അംഗങ്ങൾ, വില്ലേജ് ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ പാവർട്ടി പഞ്ചായത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറുകയുണ്ടായി. പ്രധാന റോഡുകളിലും വെള്ളപ്പൊക്കം നന്നായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗതാഗതം കുറച്ചു നേരം തടസ്സപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി കുറേയധികം വീട്ടുകാർ ഇന്ന് വീടിന്റെ പുറത്താണ് ഇന്നിരിക്കുന്നത്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അടിയന്തരമായിട്ട് 3 ക്യാമ്പുകളാണ് തുറക്കാൻ ഉദ്ദേശിച്ചത്. ഒരു ക്യാമ്പ് തുറന്നു കഴിഞ്ഞു. പാവർട്ടി CMI B.Ed ട്രെയിനിങ് കോളേജിൽ പഞ്ചായത്തിന്റെ ഒരു ക്യാമ്പ് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. റിസർവ് ക്യാമ്പുകളായിട്ട് മരുതയൂർ UP സ്കൂളും MSM സ്കൂളുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ ആ ക്യാമ്പുകളിലേക്ക് നമ്മൾ ആളുകളെ മാറ്റും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തനത്തിന് റാപ്പിഡ് ആക്ഷന് വേണ്ടിയിട്ട് ഓരോ വാർഡിൽ നിന്നും പറ്റാവുന്ന ആളുകൾ അതാത് മെമ്പർമാർ വഴി പഞ്ചായത്തിന്റെ റാപ്പിഡ് ആക്ഷൻ ടീമിൽ ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും മുന്നോട്ട് വരണം എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതോടൊപ്പം വില്ലേജ് അധികാരികളുടെ നേതൃത്വവും പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് യോഗം ഇവിടെ കൂടുകയാണ്. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടാം. ഉടനെ ഞങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ചധികം സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് വീടുകളിലേക്ക് ഭക്ഷണം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് അധികാരികളെയും വില്ലേജ് അധികാരികളെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കും.